ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. ഇന്നലെ രാത്രി കുക്കു സാറിന് തട്ടുദോശ വേണമെന്ന് പറഞ്ഞിട്ട് അലനും കുക്കുവും കൂടെ പുറത്തുപോയി തട്ടുദോശയും പൊറോട്ടയും ബീഫ് റോസ്റ്റും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഞാനിന്ന് നല്ല താമസിച്ചാണ് എണീറ്റത്. അതൊക്കെ ഇരിപ്പുണ്ട്, രാവിലെ അവനിൽ വെച്ചിട്ട് ചൂടാക്കി കഴിച്ചാൽ മതി. ഇറച്ചി മേടിച്ചിട്ട് വരാൻ ലൂക്കുട്ടനോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ബീഫ് രാവിലെ തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അപ്പമാവ് ഇരിക്കുന്നത് കൊണ്ട് ഞാനും അമ്മയും അപ്പം ചുട്ട് കഴിക്കാമെന്ന് കരുതി. അമ്മ രാവിലെ തന്നെ എണീറ്റ് കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് പിള്ളേർക്കുള്ള പാലും കാച്ചി വെച്ചിട്ട് 2-3 തുണി ആ ബിന്നിലിരുന്നതും കൊണ്ട് തുണി അലക്കാൻ പോയിട്ടുണ്ട്. രാവിലെ എണീറ്റാൽ ആദ്യത്തെ പണി രാത്രി കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കലാണ് കേട്ടോ. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരാളിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരും. ഇതിനകത്തിരിക്കുന്ന പാത്രങ്ങൾ അവൻ വലിച്ചിട്ട് വരാതാവുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ ഇരിക്കുന്ന സകലതും പിറക്കി എൻ്റെ കയ്യിൽ തരും. എന്തായാലും ഇപ്പോഴേ ഇതൊക്കെ ചെയ്തു പഠിക്കട്ടെ എന്ന് കരുതി ഞാനങ്ങനെ നിരുത്സാഹപ്പെടുത്താറൊന്നുമില്ല. രാവിലെ എണീറ്റ പാട് തന്നെ കുക്കു സാറ് ഫോണുമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. കുക്കു സാറിന് സ്വന്തമായിട്ടൊരു ഫോണുണ്ട്. അതെനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ മുമ്പ് കിങ്സ് ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്ന സമയം ലാപ്ടോപ്പ് തുറന്ന് എപ്പോഴും ഈ ടീംസിലെ ക്ലാസ്സിൻ്റെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ എപ്പോഴും എൻ്റെ കയ്യിൽ വേണേം താനും അവന് ക്ലാസ് കാണുകയും വേണം. അപ്പോൾ 5000 രൂപയ്ക്ക് ഞാൻ അന്നൊരു ഫോൺ മേടിച്ച് കൊടുത്തിരുന്നു. ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അതിൽ ഗെയിംസ് കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അവൻ ഈ സ്പേസിനെ കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ചുമ്മാ ഫോണിലിരുന്നിട്ട് ഓരോ വീഡിയോസ് അതിനെക്കുറിച്ചൊക്കെയാണ് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്കത് തിരിച്ച് എടുക്കാനും തോന്നിയില്ല. ആ ഫോൺ ചീത്തയായത് ഈ കഴിഞ്ഞ മാസമാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്തിട്ട് അവരുടെ നിന്ന് അത് എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ആദ്യമേ ഞാനത് കൊടുക്കാതിരിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ ഈ ഒരു ഇരിപ്പ് കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിച്ചു. പക്ഷേ അവനങ്ങനെ സൂപ്പർവിഷൻ ഇല്ലാണ്ടൊന്നും അല്ല കേട്ടോ ഫോൺ ഉപയോഗിക്കുന്നത്. ഈ 2 ഫോണിലും ഞാൻ ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഗൂഗിൾ. അതിൻ്റെ അത് നമുക്ക് പേരൻ്റൽ കൺട്രോൾസ് എല്ലാം ചെയ്യാൻ പറ്റും. സ്ക്രീൻ ടൈം 2 hours ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 മണിക്കൂർ കഴിയുമ്പം അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഓട്ടോമാറ്റിക്കലി ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ ആ ഫോണിൽ നമുക്ക് കോൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രവുമല്ല, ഈ 2 മണിക്കൂർ എപ്പോൾ വേണമെന്നുള്ളതും നമുക്ക് തീരുമാനിക്കാം. ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത് രാവിലെ 8 തൊട്ട് നൈറ്റ് 8 വരെയാണ്. 8 ആയിക്കഴിഞ്ഞാൽ, അതായത് രാത്രി 8 മണി ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ഫോണിൽ ഡൗൺ ടൈം കം ബാക്ക് ടുമോറോ എന്ന് കാണിച്ചുകൊണ്ടിരിക്കും സ്ക്രീനിൽ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ പേരൻ്റൽ ആപ്പും കുട്ടികളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സൂപ്പർവൈസ് ചെയ്യപ്പെടേണ്ട ആപ്പുമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇത് ചെയ്യണമെങ്കിൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുട്ടിയുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്യുന്ന ജിമെയിൽ ID അവരുടെ ബർത്ത് ഇയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര ചെറിയ കുട്ടികൾക്ക് ഇമെയിൽ ID കൊടുക്കില്ല. ഇനി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കണം, അല്ലെങ്കിൽ ഫോൺ അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണം, അവൻ ഫോൺ വെക്കാൻ പറഞ്ഞിട്ട് വെക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ വെച്ച് തന്നെ അടുത്ത സെക്കൻഡിൽ അവൻ്റെ ഫോൺ ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതവൻ സൈലൻ്റ് ആക്കി എവിടെയെങ്കിലും ഒളിച്ചു വെച്ചാലും കൂടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആപ്പിൽ റിംഗ് ഹിസ് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ ഇരുന്നാലും ബെല്ലടിക്കും. അതിന് സിം വേണമെന്ന് തന്നെ ഇല്ല. ഇപ്പോൾ പൊതുവേ ഞാൻ പലയിടത്തും കണ്ടുവരുന്നത് പേരൻസിൻ്റെ ഫോണൊക്കെ ഇത്തിരി ചീത്തയാകുമ്പോഴത്തേക്ക് അത് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തിട്ട് അവർ പുതിയ ഫോൺ മേടിക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടി ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ ഫാമിലി ലിങ്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ഞാൻ പ്ലേ സ്റ്റോറിൽ വരെ കണ്ടിട്ടില്ല. നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റിന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കണ്ടൻസ് ഒന്നും യൂട്യൂബ് ആയാലും ഗൂഗിൾ ആയാലും മറ്റ് സൈറ്റ്സ് ആയാലും അവന് കൊടുക്കില്ല. ഇനി ഇത് മാത്രമല്ല, അവൻ ഏതൊക്കെ സൈറ്റ്സ് വിസിറ്റ് ചെയ്യുന്നു, ഫോണിലെ ഓരോ ആപ്സ് എത്ര സമയം യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും, ഒരു ഗ്രാഫ് സഹിതം. വീക്കെൻഡ്സ് അവന് 3 hours ഉണ്ട് കേട്ടോ. അതാണിപ്പോൾ സ്ക്രീൻഷോട്ട് അങ്ങനെ കണ്ടത്. സെറമോള് കാറ്റിസം കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത്. കുക്കു കാറ്റിസത്തിന് പോകാറില്ല. നീലിൻ്റെ ബാപ്റ്റിസവും നടത്തിയിട്ടില്ല. അവർ രണ്ടുപേരും അവർക്ക് ഇഷ്ടപ്പെട്ട മതം ഭാവിയിൽ ചൂസ് ചെയ്യട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇന്നലെ മേടിച്ച ബീഫ് റോസ്റ്റ് ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ടാണ് കേട്ടോ കട്ട്ലറ്റ് പോലെ ഇരിക്കുന്നത്. അതിപ്പോൾ അവനിലങ്ങ് ശരിയായിക്കോളും. കാപ്പിയും ഞാൻ അതിൽ തന്നെ വെച്ചാണ് ചൂടാക്കുന്നത്. കറണ്ട് ബില്ലിൽ വലിയ വേരിയേഷനൊന്നും ഇതിൽ വരാറില്ല. അപ്പോഴേക്ക് ലില്ലിയമ്മച്ചി എത്തി. സൺഡേ അല്ലേ, രാവിലെ അവിടെ ഇറച്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഇന്ന് വലിയ പണിയൊന്നും കാണത്തില്ല. അങ്ങനെ അമ്മായിമ്മയും മരുമോളും കുറച്ചു നേരം ഇനി ഇരുന്ന് സംസാരിക്കും കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ക്ലോസ് ആയ ഒരു അമ്മായിമ്മയും മരുമോളും വേറെയില്ല. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് കാണാതാവും. അവിടെ പോയി അമ്മച്ചിയായിട്ടിരുന്ന് വർത്താനം പറയുന്നതാണ്. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇവിടെ അമ്മച്ചി എത്തും. ഫ്രൈഡ് പീസസ് നല്ല ചെറുതായിട്ട് കിടക്കുന്നതാണ് കാണാനും ഭംഗി, ടേസ്റ്റിനും നല്ലത്. അതുകൊണ്ട് കൊണ്ടുവന്ന ഇറച്ചി ഞാനൊന്ന് ചെറുതായിട്ട് പീസ് ചെയ്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തു കല്ലിൽ. ഇനി ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, വിനാഗിരി അല്ലെങ്കിൽ ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞത്, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇത്തിരി ബിരിയാണി മസാലയും കൂടെയാണ് ഇടുന്നത്. ഈ ഫ്രൈ ചെയ്യുമ്പോൾ ബിരിയാണി മസാല ഇട്ടാലുണ്ടല്ലോ ഹോട്ടൽസിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഒരു പ്രത്യേക മണവും രുചിയൊക്കെ വരും കേട്ടോ. നിങ്ങൾ ഇനി ഫ്രൈ ചെയ്യുമ്പോൾ ലേശം ബിരിയാണി മസാലയും കൂടി ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനി നന്നായിട്ടൊന്ന് കുഴച്ച് ഉടച്ച്
കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ ഒരു 4 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലും അടിച്ച് വേവിച്ചെടുക്കണം. എൻ്റെ ഒരു കണക്ക് അതാണ് കേട്ടോ ബീഫിന് എപ്പോഴും. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ അരിയും കൂടെ കുക്കറിലിട്ടിട്ടുണ്ട്. അരി ഞാൻ ഒരു വിസിൽ അടിച്ചെടുക്കാറാണ് പതിവ്. ഒരു വിസിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അടിച്ചിട്ട് കുറച്ച് നേരം കുക്കർ മാറ്റി വെച്ചിട്ട് പണിയെല്ലാം കഴിഞ്ഞ് ഊറ്റുമ്പോഴത്തേക്ക് ചോറ് റെഡി ആയിരിക്കും. ഇനി ഫ്രൈയിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് സവാള, കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വേണം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ വലിയൊരു പാൻ എടുത്താൽ അധികം എണ്ണ ഫ്രൈ ചെയ്യാനായിട്ട് ചിലവാകില്ല. അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് വെന്ത ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ എന്ന ക്യാപ്ഷനും കൊടുത്തിട്ട് എണ്ണയിൽ പൊരിക്കാത്ത ബീഫ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ റോസ്റ്റാണ്. ഫ്രൈ ആണെങ്കിൽ അത് എണ്ണയിൽ വറുത്ത് തന്നെ കോരണം. ബീഫ് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കാം. അത് ടേസ്റ്റ് കൂട്ടാനാണ് കേട്ടോ. ഇനി അതിലേക്ക് മുഴുവൻ മസാലകളായ പട്ട, തക്കോലം, ഒരു 2-3 ഗ്രാമ്പും കൂടി ഇടാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ. കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതൊന്ന് ഒതുക്കി മാറ്റിയിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴുണ്ടല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് സവാളയും ചെറിയുള്ളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. എനിക്ക് ഇടയ്ക്ക് ഓരോ പിരിയമുളക് എടുത്ത് കടിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ 2-3 പിരിയമുളകും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാമെങ്കിൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി പൊടികളായിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്തിരി കുരുമുളക് പൊടി, പിന്നെ വീണ്ടും കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നിറം ഒന്ന് നല്ല റെഡ് ആവുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് അടിയിൽ പിടിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ച് നമുക്ക് വറ്റിച്ചു എടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ പിഴിഞ്ഞ നാരങ്ങയുടെ പകുതി ഇപ്പോഴും കാണുമല്ലോ, ആ ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ലേശം ഉപ്പോ പെപ്പർ പൗഡറോ ഒക്കെ വേണമെങ്കിൽ, ഫ്രഷ് പെപ്പർ പൗഡർ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അമ്മ എനിക്ക് കുറച്ച് വെള്ളരിയൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു ചാറ് കറി വെക്കാനായിട്ട് നമുക്ക് വെള്ളരി അരിഞ്ഞതിലേക്ക് 2-3 പച്ചമുളകും കല്ലുപ്പും കൂടിയിട്ട് ലേശം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയാവും. ഒരു ഇച്ചിരി നേരം മെനക്കെട്ടാൽ ഇത്ര രുചിയോടുകൂടി കഴിക്കാം കേട്ടോ. വെള്ളരി ഒരു പീസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വേവാനുണ്ട്. അങ്ങനെ വീണ്ടും അത് അടച്ച് വെച്ചിട്ട് ഞങ്ങൾക്കുള്ള ഒരു 3-4 പപ്പടവും കൂടെ കാച്ചിയിട്ടുണ്ട്. അമ്മ അങ്ങനെ പപ്പടം എടുക്കാറില്ല, പക്ഷേ ഇത് കാച്ചുന്ന മണം അടിച്ചിട്ട് ഇപ്പോൾ 2 പേര് വരും. 2 പപ്പടം അവർക്ക് വേണ്ടിയിട്ടും കാച്ചി വെക്കണം എടുത്ത് കഴിക്കാനായിട്ട്. ആ സമയം കൊണ്ട് അമ്മ എനിക്ക് തേങ്ങയും ചെറിയുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും ഇത്തിരി ഇഞ്ചിയൊക്കെ ഇട്ട് മോരും ഒഴിച്ച് അരച്ച് തന്നിട്ടുണ്ട്. അതൊഴിച്ച് അത് തിളയ്ക്കരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ മോരിൻ്റെ രസത്തിൻ്റെയൊക്കെ രുചി പോകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ടത് നമുക്ക് താളിച്ചിടാം. അങ്ങനെ ഞായറാഴ്ചത്തെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം 11:30 കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഗ്രീൻ ആപ്പിൾ കുറച്ചായി ഫ്രിഡ്ജിലിരിക്കുന്നു. ആരും അങ്ങനെ ഉത്സാഹപ്പെട്ടെടുത്ത് കഴിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒരു ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. ആപ്പിൾ അരിഞ്ഞതിലേക്ക് ഒരിത്തിരി ഉപ്പും കുറച്ച് ഷുഗറും കൂടെ ചേർത്ത്, തണുത്ത വെള്ളം ഉപയോഗിക്കുന്നില്ല കേട്ടോ. കുക്കൂനും പനി കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ അലർജിയും നന്നായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഫിൽറ്ററിന് വെള്ളം എടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. മിക്സിയിൽ അരച്ചത് ഞാൻ എന്നിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാക്കോത് വരുന്ന കണക്ക് അത് മാറി വന്നോളും. അങ്ങനെ കിടക്കുന്നത് കുക്കു സാറിന് ഇഷ്ടമല്ല, അവൻ ഇങ്ങനെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിലൂനും കുപ്പിയിൽ ഒഴിച്ചു കൊടുത്താൽ അവൻ കുടിച്ചോളും. ആപ്പിൾ ജ്യൂസ് എപ്പോഴും ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു ഇത് മാറ്റാനായിട്ടാണ് ഞാൻ ഒരു ലെമണും കൂടെ അതിൽ സ്ക്വീസ് ചെയ്ത് ചേർത്തത്. ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആരും ചോറ് നല്ലപോലെ കഴിക്കില്ല. അതുകൊണ്ട് ലഞ്ച് കഴിഞ്ഞ് കൊടുക്കാനായിട്ട് ഞാനതൊരു ബോട്ടിലാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പണികൾ തീർന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മ നിലൂനെയും കൊണ്ട് വില്യംസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ കുക്കു സാറിന് ചോറ് കൊടുക്കുവാണ്. വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.